കാലപ്രവാഹത്തിൽ അപൂർവം ആളുകൾ മാത്രമാണ് അയോനിജന്മാരായി ജനിക്കുന്നത്. യുഗപത് സൃഷ്ടി. മറ്റതൊക്കെ യോനിജന്മാരായി ജനിക്കുന്നതാണ്. മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചു വരുന്നതാണ്. മഴയത്ത് പെയ്തുണ്ടാകുന്നതല്ല. അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീയുടെയും ഒരു പുരുഷൻ്റെയും കാമം അതിന് പിന്നിലുണ്ട്. ആ മാതാവും പിതാവും അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ കാലമെന്ന പ്രവാഹത്തിൻ്റെ ഉന്മേഷ നിമിഷം മുതൽ കോശ വ്യാപാര കാലം വരെ വ്യാപനശേഷിയിൽ യോജിച്ചു നിൽപ്പുണ്ട്. നമസ്കാരം സ്വാമിജി. സ്വാമിജി, അന്യതാകാമത്തിൻ്റെ വഴിയിലായിരുന്നു നമ്മൾ. പൊതുവേ നമ്മുടെ രാജ്യത്ത് തന്നെ അന്യതാകാമത്തിൻ്റെ ഒരു നിഴലിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു തോന്നലാണ് ഉണ്ടാക്കിയത്. അതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മുടെ സാമൂഹികത, വൈയക്തികത ഒന്ന് വേറെ. അതെ, നമ്മുടെ സാമൂഹികത രാഷ്ട്രീയ, മത, ജാതി, വർഗ ഭേദമില്ലാതെ ഒരു രതിപ്രിയ സമൂഹമായി മാറിയിരിക്കുന്നു. അതെ, കൊച്ചു വർത്തമാനങ്ങൾ, തീർച്ചയായും സ്വാമിജി. എസ് എം എസുകൾ പലപ്പോഴും എടുക്കുന്ന കലാപരമായ കാര്യങ്ങളിലെ ജഡ്ജ്മെൻറ്റുകൾ. അതെ, രാഷ്ട്രീയ രംഗത്തെ സ്ത്രീ പുരുഷ കമൻറ്റുകൾ, അനുദ്യോഗസ്ഥ വൃന്ദങ്ങൾക്കിടയ്ക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം എന്ന് വിളിച്ചു പറയുകയാണ്. ഓഫീസിലിരിക്കുന്ന ഒരാളോട്, ഒരു ഉദ്യോഗസ്ഥൻ എനിക്ക് തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് ശരിയാക്കണം എന്ന് വിളിച്ചു പറയുമ്പോൾ, ആ വിളിച്ചു പറയുന്നതിൻ്റെ അടുക്കൽ നിൽക്കുന്നത് ആരാണെന്നോ അതേ സമയത്ത് ഓൺ ചെയ്തു വെച്ച ഫോണിൻ്റെ മറുപുറത്ത് ആരാണെന്നോ ചിന്തിക്കാതെ എന്തിനായി ഇപ്പം കണ്ണൂർക്ക് പോകുന്നത്? മറ്റേയാളെ കാണാനാണല്ലേ, ഇപ്പോൾ കൂട്ടിക്കൊടുപ്പുകളൊക്കെ എങ്ങനെയുണ്ട് എന്നുവരെ ചോദിക്കുന്നതിലേക്ക് നമ്മുടെ സങ്കല്പങ്ങൾ വളർന്നിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഓഫീസിൽ ചെന്നപ്പോൾ യാദൃച്ഛികമായ ഒരാൾ കേട്ട വിവരമാണ് ഈ പറഞ്ഞത്. മനസ്സിലായി സ്വാമിജി. എന്നാൽ അടുക്ക ഒരാൾ നിപ്പുണ്ട്, ചൂടെ ശ്രദ്ധിച്ചു വേണം വർത്തമാനം പറയാൻ എന്നതുപോലും, പരിസരബോധം പോലും മറക്കുന്നു. ട്രെയിനുകൾ ധാരാളം പേരിരിക്കുന്നതിൻ്റെ ഇടയിലിരുന്ന് വർത്തമാനം പറയുമ്പോൾ എല്ലാം മറന്ന് വർത്തമാനം പറയുക. അച്ഛനമ്മമാരുടെ സാന്നിധ്യത്തിൽ കുട്ടികൾ വർത്തമാനം പറയുമ്പോൾ ഇതെൻ്റെ അച്ഛനും അമ്മയൊക്കെ അടുക്ക് നിൽപ്പുണ്ടെന്ന് പോലും മറന്നു പോവുക. അല്ല, കുടുംബസമേതം ഒരു ടി വി കാണുമ്പോൾ ടി വിക്കകത്തുള്ള കാര്യങ്ങളെ അച്ഛനും മക്കളും അമ്മയും ഒക്കെ ഒന്നിച്ചിരുന്ന് ആസ്വദിക്കുന്നു ലൈംഗികതയെ. ഇത്തരമൊരവസ്ഥയിലേക്ക് പോകുമ്പോൾ ശാരീരികമായി വരുന്ന പരിണാമങ്ങൾ, അതാണ് നമ്മുടെ വിഷയം. തീർച്ചയായും. അതിനാണ് ഞാൻ ഈ സാമൂഹികത മുഴുവൻ ഒരുക്കിയത്. സമൂഹമെന്ന നിലയിൽ ഒരു ലൈംഗികത ലോകത്ത് വന്നിരിക്കുന്നു, എല്ലാ മണ്ഡലങ്ങളിലും. വളരെ ചെറുപ്പത്തിലെ ഇത് വരുമ്പോൾ വരുന്ന അതിവാർദ്ധക്യം സത്യത്തിൽ ശരീരവും കോശവും ഓരോ തരത്തിലുള്ള രതി അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ഓരോ കോശത്തിനും അതിൻ്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും അതിനുള്ള കർമ്മവും അതിൻ്റെ ഫലാനുഭവവുമുണ്ട്. അത് സംയുക്തമായൊരു ബോധത്തെ കൊണ്ടുപോകുന്നുണ്ട്. ബാല്യത്തിലെ കോശങ്ങൾക്ക് ജിജ്ഞാസ കൂടുതലുണ്ട്. എന്തറിയാനുള്ള ആഗ്രഹമാണ് കോശങ്ങൾക്കുള്ളത്. എന്ത് അറിഞ്ഞ്
പ്രവർത്തിക്കുവാനുള്ള കർമ്മപദ്ധതികളാണ് ഈ കോശങ്ങൾക്കുള്ളത്. ഇവിടെയൊക്കെയാണ് നമുക്ക് പ്രശ്നം വരുന്നത്. തീർച്ചയായും ലൈംഗിക ആസക്തി സ്വഭാവമാണ്, ആഗ്രഹമല്ല. ഇത് സദാസമയം നിലനിൽക്കുന്നതാണ്. തീർച്ചയല്ലേ? തീർച്ചയായും സ്വാമിജി. ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കണോ? വേണ്ട സ്വാമിജി. ലോകത്തിൽ ഇന്നുവരെ ഏതെങ്കിലും ജീവിയെ ലൈംഗികത പരിശീലിപ്പിക്കാൻ പോകേണ്ട ആവശ്യം വരാറുണ്ടോ? പട്ടിയും ആടും പൂച്ചയും കോഴിയും എല്ലാം ജീവിക്കുമ്പോൾ, ബുദ്ധിമാന്ദ്യമുള്ളവരും ബുദ്ധിയുള്ളവരും ഒക്കെ ജീവിക്കുമ്പോൾ, അവരെല്ലാം സ്വഭാവേന ഉണർന്നു നിൽക്കുന്നതും സ്വഭാവേന ക്രിയകൾ അറിയാവുന്നതും നമ്മളുടെ ഏത് കോശത്തിനാണ് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത്? മനസ്സിലായി സ്വാമിജി. കാലപ്രവാഹത്തിൽ അപൂർവം ആളുകൾ മാത്രമാണ് അയോനിജന്മാരായി ജനിക്കുന്നത്. യുഗപത് സൃഷ്ടി അത് നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ വെച്ച് നോക്കിയാൽ ഒരു കഥ മാത്രമാണ്. തീർച്ചയായും മറ്റതൊക്കെ യോനിജന്മാരായി ജനിക്കുന്നതാണ്. മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചു വരുന്നതാണ്, മഴയത്ത് പെയ്തുണ്ടാകുന്നതല്ല. അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അങ്ങനെ വരുമ്പോൾ ഒരു സ്ത്രീയുടെയും ഒരു പുരുഷന്റെയും കാമം അതിന് പിന്നിലുണ്ട്. ആ മാതാവും പിതാവും അനുഭവിച്ചിട്ടുള്ള അനുഭവങ്ങൾ മുഴുവൻ കാലമെന്ന പ്രവാഹത്തിൻ്റെ ഉന്മേഷ നിമിഷം മുതൽ കോശ വ്യാപാര കാലം വരെ വ്യാപനശേഷിയിൽ യോജിച്ചു നിൽപ്പുണ്ട്. കണ്ണുകൾ അടയുകയും തുറക്കുകയും ചെയ്യുന്നത് കോശത്തിലെ കാമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഗാഢമായ നിദ്രയിൽ REM നിദ്ര എന്ന് പറയും, റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ്. കണ്ണിൻ്റെ ഈ ചലനം ഒരു ഉന്മേഷത്തെയും ഒരു നിമിഷത്തെയും സംജാതമാക്കിക്കൊണ്ട് കടന്നു പോകുന്ന ഈ ചലനം കോശങ്ങൾ അറിയാതല്ല. കോശത്തിൻ്റെ ആവേഗങ്ങൾ ഉൾക്കൊള്ളുന്ന 1000 കാമങ്ങളാണ് ഈ ചലനത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കത്തിക്കയറുന്ന അനേക വിധങ്ങളായ ആഗ്രഹങ്ങൾ. ആഹാരം സ്വഭാവമാണ്. നീഹാരം കുടിക്കുക, അതും സ്വഭാവമാണ്. ദാഹിക്കും, കുടിക്കും. മൈഥുനം സ്വഭാവമാണ്. നിദ്ര സ്വഭാവമാണ്. സ്വാഭാവികമായ ഈ പ്രക്രിയയിൽ നിന്ന് മോചനം നേടാൻ ഒരുങ്ങുമ്പോൾ വളരെ സൂക്ഷിക്കണം. സ്വഭാവം പിടിച്ചു വലിക്കാതിരിക്കും എന്ന് ധരിക്കരുത്. അനേക ജനിതക പാരമ്പര്യത്തിലൂടെ ഉറച്ചു ബലവത്തായി തീർന്ന ഒന്നിനോടാണ് നേരിടാൻ പോകുന്നത്. ആരെങ്കിലും പറഞ്ഞിട്ട് അതിന് നേരിടാൻ പോകരുത്. ആരെയെങ്കിലും കണ്ട് ഭ്രമം തോന്നിയിട്ടും നേരിടാൻ പോകരുത്. ആരോടെങ്കിലുമുള്ള വാശിയിൽ നേരിടാൻ പോകരുത്. ആഹാരം വാശി കൊണ്ട് കഴിക്കരുത്. ആഹാരം വാശി കൊണ്ട് വേണ്ടെന്ന് വെക്കരുത്. ആഹാരം സ്വാഭാവികമാണ്. വിശന്നാ കഴിക്കണം. അന്യന് ഉപദ്രവം വരാത്ത വിധത്തിൽ കഴിക്കുക കൂടെ വേണം, ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ. നിഷേധിക്കാതെ കഴിക്കണം. കഴിക്കാതിരിക്കുന്നുവെങ്കിൽ ആഗ്രഹം ഇല്ലാതാക്കി കഴിക്കാതിരിക്കണം.
ആരോഗ്യത്തിൻ്റെ കാഴ്ചപ്പാടുക. നിന്ദിക്കുകയും വരുതല്ലേ സ്വാമിജി? ഇത് വളരെ അടിസ്ഥാനപരമാണ്. കഴിക്കാതിരുന്നതുകൊണ്ട് കഴിക്കുന്നവനെയും നിന്ദിക്കരുത്. അവന് കഴിക്കാതിരിക്കാൻ പറ്റൂല എന്നറിയണം. ഞാൻ കഴിക്കാതിരിക്കുകയും അന്യൻ കഴിക്കുന്നതിനെ നിന്ദിക്കുകയും ചെയ്യുന്നെങ്കിൽ എനിക്ക് ആഗ്രഹമുണ്ട്, കഴിക്കുന്നില്ല എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ കഴിക്കുന്നത് എനിക്ക് പിടിക്കുന്നില്ല, ഞാൻ സ്വഭാവേന ആന്തരികമായി കഴിക്കുന്നുവെന്നും അതുകൊണ്ട് ഞാൻ രോഗിയാകുന്നുവെന്നുമാണ്. സ്വഭാവങ്ങളൊന്നും പെട്ടെന്ന് നിർത്താനാവില്ല. സ്വഭാവങ്ങളെ തടഞ്ഞു നിർത്തണമെങ്കിൽ നല്ല തിതിക്ഷാബലമുണ്ടായിരിക്കണം, സഹനശക്തി അത്രയ്ക്ക് കൂടണം, അറിവുണ്ടാവണം, ഫലഭോഗങ്ങളിൽ വിരാഗത വേണം, ഏഷണാത്രയങ്ങളെ അതിജീവിക്കണം. അവിടെയാണ് ഈ ഏഷണാത്രയം വരുന്നത്. മനസ്സിലായി സ്വാമിജി. ഒരാഹാരം സ്വഭാവേനയുള്ളത് വേണ്ടാന്നൊന്ന് വെക്കാൻ ശ്രമിച്ചു നോക്കുക. പുളിയെന്ന് പറഞ്ഞാൽ വെള്ളമൂറുന്ന നാവ്, അതെ തീർച്ചയായും അത് വരാതിരിക്കണം. ആ ശ്രവം അതിനെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്താറായിട്ട് വേണം വേണ്ടാന്ന് വെക്കാൻ. അലമാരിയിൽ കാണുന്ന ഒരു ഭക്ഷണ പദാർത്ഥം പാകം ചെയ്തത് കാണുമ്പോൾ അത് സ്വീകരിക്കുകയാണ് താനെന്ന് തൻ്റെ മസ്തിഷ്കത്തിൽ നിർദ്ദേശം ഉണ്ടാവുകയും അതിനനുസരിച്ച് ഉമിനീർ ഗ്രന്ഥികൾ പ്രവർത്തിക്കുകയും ബൈല് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് അഗ്നികൾ തയ്യാറെടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ സാധനം അകത്തേക്ക് ഇട്ടില്ലെങ്കിലും അകത്ത് പ്രവർത്തനം തുടങ്ങും കോശങ്ങൾ. അപ്പോൾ അത് ഇട്ടുകൊടുത്താൽ അതിന് കത്തിക്കാനുള്ള ഇന്ധനായി. അതിട്ടുകൊടുക്കാതെ കത്തിക്കാനുള്ള ഇന്ധനം സജീവം അല്ലാതെ കത്തിക്കാനുള്ള അഗ്നി മാത്രമായി വന്നാൽ അത് നമ്മളെ കത്തിക്കും. ആഹാരത്തിൻ്റെ കാര്യം ഇതാണ്, നീഹാരത്തിൻ്റെ കാര്യം ഇതാണ്. ഉറക്കം വന്നാൽ കിടന്നുറങ്ങണം, മല്ല് പിടിച്ചുണർന്നിരിക്കരുത്.